ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ സ്ഥിരം കാണുന്ന വീഡിയോയിൽ നിന്ന് നമ്മുടെ ലൊക്കേഷനൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ എവിടെയാണ് എൻ്റെ മോളെ? കോഴിക്കോട്. എവിടെ? കോഴിക്കോടോ? വീഡിയോക്ക് ഒരു ഇൻട്രോ എടുക്കാൻ ഷർട്ട് കുറച്ച് നേരം ഇടറാ പറഞ്ഞിട്ട് അവർക്ക് വേഗം അത് ഊരണം തായക്കുട്ടിക്ക്. അപ്പൊ ഞങ്ങളെ കുറേ ദിവസമായിട്ട്, ഞാൻ കുറേ ദിവസമായിട്ട് ഇവരെ കൂടി നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് പോവാ എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ആദ്യത്തെ ഒരു ടെസ്റ്റ് ഡോസാണ് നമ്മൾ കോഴിക്കോട് അല്ലേ. കോഴിക്കോട് കഴിഞ്ഞ് നമ്മള് പിന്നെ എവിടെ കാര്യം നമ്മളങ്ങനെ പല സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്ഥലങ്ങളൊക്കെ കുറെ ഉണ്ടല്ലോ. അപ്പൊ നടക്കുമെന്ന് അറിയില്ല. സൈമണിക്ക് ഹാപ്പി ആയോ? നമ്മളൊക്കെ ഇടക്കിടക്ക് ഒരു സ്ഥലത്ത് പോകുമ്പോ സൈമൺ ഹാപ്പി അല്ലേ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ പറയും അങ്ങോട്ട് മൊത്തത്തിൽ സങ്കടമുണ്ട്. അത് നിങ്ങൾ പറഞ്ഞ് ഇവർക്ക് ശരിക്കും സങ്കടം ഉണ്ടോ എന്നുള്ളത് ഇത്ര എനിക്ക് പറയാനുള്ളൂ. എന്താ എനിക്ക് എക്സ്പ്രഷൻ ഒന്നേ ഉള്ളൂ, അതിതാ. അത് ഫോട്ടോ ഓന്റെ ID കാർഡിന്റെ ഫോട്ടോയും ഓന്റെ സ്കൂൾ ഫോട്ടോ വരെ എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാവും. ഓൻ കാകളുടെ എക്സ്പ്രഷൻ അത് മാത്രമാണ്. അപ്പൊ ഞങ്ങള് മൂന്നാളും കൂടെ ഇന്ന് രാവിലെയാണ് വന്നത്. രാവിലെ വന്നതൊക്കെ നമ്മളെ ഇന്ത്യയുടെ ചാനലില് വീഡിയോയിലുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഇവിടുന്ന് കണ്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. കാരണം വരുമ്പോ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. ഞാനാണല്ലോ അമ്മ. അപ്പൊ ഞാനാണല്ലോ ഇവരൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാരം കാരണം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായതാ. ഇപ്പൊ ഞാൻ ഫ്രീ ആയി. ഇപ്പൊ ഇന്നോളം എല്ലാം ഏറ്റെടുത്തു. ഞാൻ നിങ്ങൾ വരുന്നതിന്റെ ചാർജും ബസ് ചാർജും ഹോട്ടൽ റൂമിന്റെ ചാർജും ഒക്കെ എടുത്തുള്ളൂ. ബാക്കി ഫുഡ് കാര്യങ്ങൾ ഓട്ടോ ഇവിടുത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്തൊക്കെ ഇന്നോളാണ്. അപ്പൊ പിന്നെ എന്റെ ഭാരം കുറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു നോക്കി നമുക്ക് വീഡിയോ എടുക്കാന്ന്. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മളെ കൊച്ചു സന്തോഷങ്ങളിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും കൃത്യമായി സാധിക്കും. ഞങ്ങൾ ബീച്ചിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബീച്ചിലൊക്കെ പോയി വന്നിട്ട് ഇനി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. എടാ എന്താ? ഞങ്ങളിവിടെ ഏകദേശം ഒരു 1-2 മണിക്ക് എത്തിയതാണ്. എന്നിട്ട് അപ്പം കിടന്ന് ഉറങ്ങി നീട്ടിട്ടുള്ളൂ. പിന്നെ ഉറക്കം വരാൻ പറ്റില്ല കേട്ടോ. സായി കുട്ടിയെ ഇതന്നെയല്ലടാ നമ്മൾ വീട്ടിലും കാട്ടണത് അല്ലേ? രസമുണ്ടോ? ഈ ഹോട്ടൽ റൂമിലത്തെ വെട്ടുമ്പോൾ കിടന്നിട്ട് കാണാൻ നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ സായിക്കുട്ടിക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നില്ല എൻ്റെ വലിയ ആഗ്രഹമാണ്. അങ്ങനെ എൻ്റെ സായിക്കുട്ടി ഞാൻ എവിടെയെങ്കിലും കൊടുന്നേ. ഈ ഡ്രസ്സ് മാറ്റാം അല്ലേ? രാവിലെ ഇട്ട ഡ്രസ്സാണ്. അപ്പം ഞാനും ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം കേട്ടോ. ഓള് കൊച്ചിയിൽ നിന്ന് വരുമ്പോൾ കൊടുന്ന് കിൻഡർ ജോയ് കേട്ടോ. അവരുടെ സായിക്കുട്ടിക്ക് ഉണ്ടായിരുന്നു. ഒരെണ്ണം എടുത്ത് വെച്ചിട്ട് ഒറ്റയ്ക്ക് കഴിക്കുക. ഞാനിതാ പോകേ ആണെണ്ണീ കഴിച്ചു. എനിക്ക് ഷുഗർ കേട്ടോ. കഴിച്ചോ? അപ്പോഴെന്തായാലും കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റിട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ നൈറ്റ് ഒരു സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ ഫേസ് വാഷ് ഇട്ട് ഫേസ് വാഷ് ചെയ്യുന്നത് കേട്ടോ. ഇത് സ്കിന എന്നുള്ള ബ്രാൻഡിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ. ഇതാണ് സ്കിന വൈറ്റമിൻ C ഫേസ് വാഷ് വിത്ത് ഹൈലൂറോണിക് ആസിഡ്. ഞാനിപ്പോഴേ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷാണിത് കേട്ടോ. ഇത് വളരെ ജെൻറ്റിലായൊരു ഫേസ് വാഷാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ഒരേപോലെ യൂസ് ആക്കാം. നമ്മൾ ആക്നെ പ്രോൺ സ്കിന്നുകാരില്ലേ, അവർക്കൊക്കെ ഇത് ബെസ്റ്റ് ഫേസ് വാഷ് ആയിരിക്കും കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിലെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ആക്കും കേട്ടോ. അതേസമയം തന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ ഒട്ടും ഡ്രൈ ആക്കത്തില്ല. ഇതിൽ വൈറ്റമിൻ C ഉള്ളത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഡള്ളായ സ്കിന്നൊക്കെ ഒന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. കൂടാതെ നമ്മളെ പിഗ്മെൻറ്റേഷനും അൺഈവൻ സ്കിൻ ടോണും ഒക്കെ കുറക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് അബ്സോർബ് ചെയ്യാനും ഈ ഒരു ഫേസ് വാഷ് നമ്മളെ ഹെൽപ്പ് ആക്കും. അങ്ങനെ ഫേസ് വാഷ് ചെയ്ത ശേഷം ഞാൻ അടുത്തതായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒസീവിയയുടെ അഡ്വാൻസ്ഡ് സ്കിൻ ബ്രൈറ്റനിങ് ക്രീമാണ്. ഈ ഒരു ക്രീമിൽ ക്ലിനിക്കലി ടെസ്റ്റഡ് ഇൻഗ്രീഡിയൻ്റ് ആയ ടൈറോസാറ്റ് 9 ആൽഫ ആർബുട്ടിനും ഉള്ളത് കാരണം കൊണ്ട് തന്നെ ഡാർക്ക് സ്പോട്ട്, ബ്ലെമിഷസ്, പഴയ ആക്നെ മാർക്സ് പോലുള്ള സ്കിൻ കൺസേൺ ഒക്കെ കുറക്കാൻ ഇത് ഹെൽപ്പ് ആക്കും കേട്ടോ. നിങ്ങൾക്കറിയാലോ എൻ്റെ മുഖത്ത് ഒരുപാട് കറുത്ത കുത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അതൊക്കെ എന്ത് മാറ്റാൻ എന്നെ ഭയങ്കരമായിട്ട് ഇത് ഹെൽപ്പ് ആക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെറും 7 ദിവസം കൊണ്ട് നമ്മുടെ സ്കിന്നിൽ വിസിബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തും കേട്ടോ. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ രാത്രി ചെയ്യുന്ന സ്കിൻ കെയർ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ബെഡിൽ കയറി കിടന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ TV ഇല്ലാത്ത കാരണം കൊണ്ടേ അവിടെ TV കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാനും സായിക്കുട്ടി ഇന്നുമോളും ഒക്കെ TV കാണുമായിരുന്നു. അപ്പോൾ ഇന്നുമോളിൻ്റെ ഇടയ്ക്ക് കിടന്ന് ഉറങ്ങി. അപ്പോൾ സായിക്കുട്ടി ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു KFCന്ന് ഇങ്ങനെ വിങ്സും പിന്നെ ഒരു റോളും വാങ്ങിച്ചു കേട്ടോ. പിന്നെ 7 Up വാങ്ങിച്ചു.
ഇതുപോലത്തെ ഹൊറർ മൂവീസൊന്നും ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ കാണാറില്ല കേട്ടോ. ഞാനിത് കുട്ടികളൊക്കെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ കണ്ടതാണ്. ഹൊറർ മൂവീസ് കണ്ടതിനെക്കാട്ടിയും വലിയ ഞെട്ടലായിരുന്നു സായിക്കുട്ടി വിങ്സ് കണ്ടപ്പോൾ കേട്ടോ. നമ്മൾ വിങ്സിന് ചിക്കൻ എന്നൊക്കെ വിചാരിച്ചപ്പോൾ കുറച്ചുകൂടി ക്വാണ്ടിറ്റി ഉണ്ടാവുമെന്ന് കരുതി. അപ്പോൾ ഓന് തീരെ അത് ഒരു 4 ചെറിയ പീസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു പീസ് മാത്രം കഴിച്ചിട്ട് ബാക്കി നീ കഴിച്ചോ എന്ന് പറഞ്ഞു. കാരണം സായിക്കുട്ടിക്ക് വിഷമ കാരണം കൊണ്ടല്ലേ നമ്മൾ ഓർഡർ ചെയ്തത്. ഞാൻ ഈ വെക്കേഷന് ശരിക്കും കോഴിക്കോട് പോലത്തെ സ്ഥലത്തേക്ക് പോകണം എന്നല്ല വിചാരിച്ചിരുന്നത് കേട്ടോ. ഞാനിത് കേരളത്തിൻ്റെ പുറത്തേക്ക് എനിക്ക് ഹൈദരാബാദ് പോകണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഹൈദരാബാദിലേക്കാണ് പോകാനുള്ള ഒരു ടെൻഷൻ കാരണം കൊണ്ടാണ് ആദ്യം കോഴിക്കോട് നിന്ന് പരീക്ഷിച്ച് നോക്കിയത്. കോഴിക്കോട് സക്സസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി ഹൈദരാബാദ് പോകണമെന്നുണ്ട്. പഠിച്ചവന് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ രാത്രി അങ്ങനെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയിട്ട് ഉറക്കം എഴുന്നേറ്റ് നീറ്റു കേട്ടോ. നമ്മൾ രാവിലെ എഴുന്നേറ്റതും ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ടൂത്ത് ബ്രഷും നമ്മൾ ചീർപ്പൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ വാങ്ങിച്ചു. പിന്നെ വേറെ സാധനമുണ്ട്, നമുക്ക് ഷീലില്ലാത്തൊരു സാധനം ഉണ്ടോ, നമ്മൾ വലിയ പത്രവായനക്കാരാണ് വിചാരിച്ചിട്ടാണ് പോലെ നമ്മൾ ഡോറിൻ്റെ അടി കൂടി പത്രം കിട്ടാൻ നിൽക്കണേ. വായിച്ചേക്കാല്ലേ? ഏതാ പോൻ്റെ കിടത്തം? ചീർപ്പ് വാങ്ങിക്കേണ്ടി വന്നു. ഇത് കൊടുന്നില്ലെങ്കിൽ ഇപ്പോൾ ഈ പൈസ ചിലവാകില്ലായിരുന്നു. ടൂത്ത് ബ്രഷും പേസ്റ്റും ഒക്കെ പൈസ ചിലവാകും. എടീ, നിനക്കവിടെ റൂമിൽ ടൂത്ത് പേസ്റ്റ് ഉണ്ടോ? ഇത് കൊണ്ടുപോയിക്കോ, വീട്ടിൽ 2 ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഞങ്ങളങ്ങനെ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ എല്ലാവരും കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ തിരക്കില്ല. ഓ ഹിന്നുവിനൊക്കെ എന്താ ധൃതി, എന്നിറക്കി പല്ലും കൂടി തയ്ച്ചിട്ടില്ല. നമുക്ക് പുറത്തുപോയി ചായ ഉണ്ടാക്കാം. ആ ചായ കുടിച്ചാൽ നമുക്ക് പിന്നെ കുടിക്കാം പോരെ. ഇവിടെ നല്ല ഒരു ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. സായ്ക്കുട്ടി എവിടേക്കാ ശരിക്കും പോണ്? നമുക്ക് ലിഫ്റ്റിൽ പോകാൻ നടന്നിട്ട് പോവാം. നമുക്ക് നടന്നിട്ട് പോവാം. കമോൺ പോയി. എന്താണ്? ഞാൻ നടന്നിട്ടാ പോണ്. ഞാൻ നടന്നു പോവാ. ബ്രേക്ക്ഫാസ്റ്റ് സായ്ക്കുട്ടി, ബ്രേക്ക്ഫാസ്റ്റ് തുറക്ക്. ഇനിയോ ഈ റൂമിൽ ആ വീട്ടിൽ തോന്നണം ഓരോ പേപ്പർ ഉണ്ടോ കിടക്കണേ. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും വേണ്ടെന്നാണ്. അങ്ങനെ നമുക്ക് ഇവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിങ്ങോട്ട് കോഴിക്കോട്ടേക്ക് ഇങ്ങോട്ട് വരുന്ന വിശേഷങ്ങളെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കുറേ കൂട്ടുകാർ കണ്ടിട്ട് കുറേ കൂട്ടുകാർ നമുക്ക് കമൻറ്റ് ഇട്ടിരുന്നു. ഒരുപാട് സന്തോഷമായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടുമ്പോഴേ എനിക്ക് ഇൻസ്റ്റയിൽ കുറേ കൂട്ടുകാർ വന്നിട്ട് പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട്. നിങ്ങളെപ്പോലെ ആവാൻ തോന്നുന്നു, നമുക്കും ഒരുപാട് ബുദ്ധിമുട്ടാണ്, ഞാൻ എന്ത് ചെയ്യും, എന്തെങ്കിലും പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ശരിക്കും എനിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഗൈഡ് ചെയ്യാനൊന്നും ഉള്ള അത്രക്ക് വലിയ വിവരങ്ങളൊന്നും എനിക്കില്ല. വിവരങ്ങൾ എന്നുള്ളതല്ല, ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയെടുക്കാൻ ഞാൻ ഒരുപാട് കാലം കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കാലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥനയാണോ അതോ എൻ്റെ കഷ്ടപ്പാടാണോ എന്നെ ഇവിടെ എത്തിച്ചെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത് പേഴ്സണലായി ചോദിക്കുന്നവർക്ക് ഞാൻ എന്തെങ്കിലും മറുപടി പറയാമെന്നുള്ളത് ആ കാരണം കൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മളെ ഷിഖായി വീണ്ടും ഓപ്പൺ ചെയ്തിരിക്കണല്ലോ. അപ്പോൾ അതിൻ്റെ ഇത് പിങ്ക് കളറും ഇത് ആഷ് കളറുള്ള ചുരിദാറാണ്. നമുക്ക് 11:15 ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോണേൻ്റെ ഒക്കെ പെട്ടെന്ന് തന്നെ ഇത് ഷൂട്ട് ചെയ്യണം. 10 മണി ആവാനായി. വേവായോ? ഇവിടെയാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നത്. നമുക്ക് ഇനി ബാക്കി വീട്ടിൽ പോയിട്ട് എടുക്കാമല്ലോ. ശരിയാവും തോന്നിയില്ല. അങ്ങനെ നമ്മളെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മളെ 11:15 ബസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം പോകേണ്ട ആവശ്യമുണ്ട്. അല്ല അതിലപ്പ ലോക്ക് ചെയ്യും റൂമിനുള്ളിൽ കയറിയാലേ. ഇവിടെ ഒരുത്തന് ബെഡ് കണ്ട അപ്പ ചാടി കയറും. അത് ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിങ്ങൾക്ക് ടൂത്ത് ബ്രഷ് ടൂത്ത് പേസ്റ്റ് ഒക്കെ രാവിലെ എത്ര പൈസ കൊടുത്ത് വാങ്ങിച്ചാന്നറിയോ? തേക്ക് പല്ലൊക്കെ ഒന്ന് പല്ല് തേക്കാൻ പറഞ്ഞപ്പോൾ കേട്ട ഭാഗം കൂടി ഇല്ല. റൂമൊക്കെ ആകെ നല്ല രസമായിട്ട് കിടക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റപ്പ് ആക്കട്ടെ ഗൈസ്. ചുരിദാറുണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ലൈനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 999 രൂപയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനത്തെ പിങ്ക് കളർ ഇതിനകത്ത് ഇന്നുമ്പോൾ ഇട്ടില്ലേ ഒരു പിങ്ക് കളർ, അങ്ങനത്തെ പിങ്ക് കളറും ഈ ആഷ് കളറുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ചുരിദാറാണ്, വാങ്ങിച്ചു നോക്കി നോക്കി കേട്ടോ. എൻ്റെ സായ്ക്കുട്ടിക്കാണെങ്കിൽ പോകാൻ യാതൊരു താല്പര്യമില്ല. എങ്ങനെ കുറച്ച് നേരം കൂടി നിൽക്കുക എന്നുള്ളതാണ് അവൻ്റെ ആലോചന. സായ്ക്കുട്ടിയെ എൻ്റെ കാട്ട പോവാടാ. സായ്ക്കുട്ടിക്ക് നല്ല ബീച്ച് ചെയ്ത് പൊതല ഉടന്ന് വാങ്ങിച്ചിട്ട്. ഓക്കെ സെറ്റല്ലേ? എന്നാ പോരി സായ്ക്കുട്ടിയെ. ഞാൻ അവിടുത്തെ കാപ്പിപ്പൊടി ചായപ്പൊടി പഞ്ചസാരക്ക് എടുത്ത്. ഇപ്പൊ സായ്ക്കുട്ടി പറയണേ എന്താ സായ്ക്കുട്ടിയെ?
എല്ലാം തൂക്കിയില്ലേ ഈ കപ്പ് നോക്കിയാൽ തോന്നുന്നു അവർക്കിപ്പോ നാണം പറയുമ്പോ നാണക്കണ്ടായിരുന്നില്ല വീടെടുത്തപ്പോ നാണക്കടായി. ആഹാ ഇന്ന മോള് പിന്നെ തൂക്കാനുള്ള കാരണം കൊണ്ട് ഞങ്ങൾ ഈ ട്രിപ്പ് വന്നെ ഇല്ല ഞങ്ങൾ പോയിട്ടോ. എന്താണ് അടി അങ്ങനെ തന്നെ പറയണടി. അതെ അങ്ങനെ ഞങ്ങൾ കറക്കെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ കേട്ടോ. 11:15 നമ്മൾ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം ഒരു 2:30 മണിക്കുള്ള ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നോർമൽ KSRTC ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് 11:15 പക്ഷെ ഒരു AC KSRTC ബസ് ഉണ്ട്. എനിക്ക് AC നിന്ന് യാത്ര ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള കാരണം കൊണ്ടല്ല. AC ബസ് ഉണ്ടല്ലോ, KSRTCൻ്റെ AC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒട്ടും പേടിയാവില്ല. അത് എത്ര സ്പീഡ് പോയാലും നമുക്കത് ഫീൽ ചെയ്യില്ല. അത് കാരണം കൊണ്ടാണ്. പക്ഷേ സാധാരണ KSRTC ബസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ കാറ്റടിക്കുന്ന സൗണ്ടൊക്കെ പാടെ കേൾക്കുമ്പോൾ ഞാൻ ആകെ പാനിക്കാവും. എൻ്റെ ഈ ഒരു പ്രശ്നം കാരണം കൊണ്ടാണ് കേട്ടോ. പക്ഷേ KSRTCൻ്റെ AC ബസ്സിൽ പോകുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു യാത്ര കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ബസ്സിലൊക്കെ കയറിയിട്ട് നേരെ നമ്മളെ നാടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചക്കാണ് ഒരു 1:30 മണിക്ക് അവിടെ എത്തിയത്. അപ്പോൾ നമുക്ക് നേരെ ചില്ലീസിൽ പോയിട്ട് ഫുഡും കഴിച്ചിട്ട് പോവുക എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ചില്ലീസിലേക്ക് വിട്ടു കേട്ടോ. നമ്മൾ ഇന്നുമോളാണ് നമ്മളെ ഫുഡിൻ്റെ ഫുള്ള് ചിലവെടുക്കുന്നത്. ആള് സ്വഭാവം എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നുമോൾക്ക് സ്വന്തം പൈസ അവളുടെ സ്വന്തം കാര്യങ്ങൾക്ക് ചിലവാക്കാൻ ഭയങ്കര കൈവറയാണ്. പക്ഷെ അവൾ നമുക്ക് അമ്മ അത് വാങ്ങിച്ച് കഴിച്ചോ ഇത് വാങ്ങിച്ച് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. ഞാൻ ശരിക്കും എൻ്റെ ഒരു സ്വപ്നത്തിലാണ് കേട്ടോ ഇപ്പോൾ ജീവിക്കുന്നത്. എൻ്റെ ഇന്നുമോൾക്കൊരു ജോലി കിട്ടി, അവൾ ആ പൈസ കൊണ്ട് നമുക്ക് ഭക്ഷണം വാങ്ങിച്ചു തരുന്നു. ഒരാളോടെ എനിക്ക് എന്താ പറയുക തിരിച്ചു കൊടുക്കേണ്ടാത്തൊരു പൈസ ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടാത്ത പൈസ കിട്ടുന്നുണ്ട്. മറ്റത് ഞാൻ പൈസ ആവശ്യം വരുമ്പോൾ നമ്മൾ കടം വാങ്ങിക്കുന്നത് എന്തായാലും തിരിച്ചു കൊടുക്കാനുള്ളതാണല്ലോ. ഇതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ മോള് ബില്ല് വന്നപ്പോൾ നോക്കുന്നതാണ് കേട്ടോ. ബില്ല് കണ്ടിട്ട് ആൾ ചെറുതായിട്ടത് ഞെട്ടിയിട്ടുണ്ട്. ഓള് ചട്ടിച്ചോറാണ് കഴിച്ചത്. ഞാൻ സാധാരണ ചോറാണ് കഴിച്ചത്. കാരണം കുറേ ദിവസമായിരുന്നു സാധാരണ ചോറ് കഴിച്ചിട്ട്. സായ്ക്കുട്ടി ബിരിയാണിയും അങ്ങനെ വലിയ ബില്ലൊന്നും അല്ല, എന്നാലും അത്യാവശ്യം ബില്ലൊക്കെ കഴിക്കുന്നത്. എന്നാലും ഓള് പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ജോലി കിട്ടിയിട്ട് നമുക്കും സായ്ക്കുട്ടിക്കും ഇങ്ങനെയൊക്കെ ചെയ്തു തരാൻ പറ്റിയല്ലോ, നല്ല സന്തോഷമുണ്ട് എന്നൊക്കെ ആള് പറയായിരുന്നു. കൊച്ചിയിൽ മഴ ഇല്ലേ? അല്ലല്ലോ ഈ കേരളത്തിൽ തന്നെയല്ലേ വർക്ക് ചെയ്യണത് അല്ലേ? വന്നതൊന്നും അമേരിക്കയിൽ വർക്ക് ചെയ്തിട്ട് കേരളം കണ്ടപ്പോൾ തല പുറത്തേക്ക് തേണുന്നത്. അങ്ങനെ അവസ്ഥയിലാണ് ഞാൻ. അങ്ങോട്ട് ഉള്ളിൽ കയറി കൊടുത്ത് ചെളിവെള്ളം മുഖത്തേക്ക് അടിക്കും. അതുവരെ ഉണ്ടാവും. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേ ഭയങ്കര മഴയായിരുന്നു. പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഒരുവിധം ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് പിന്നെ ഞങ്ങളെ വാസസ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്നിമോൾ അവൾക്ക് ചെരുപ്പ് വാങ്ങിക്കണം പോകുമ്പോൾ. പിന്നെ അവൾക്ക് പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ മഴ കാരണം കൊണ്ട് ഞങ്ങൾക്കതൊന്നും ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ഒന്ന് റെസ്റ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ ഇന്നിമോൾക്ക് ചെരുപ്പ് വാങ്ങിക്കാനും പിന്നെ ജാംജമ്മി പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് അച്ചാർ വേണം, അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് ഞങ്ങളിവിടെ ഈറ്റോയിൽ പോയിട്ട് സൈലബാറിന് ഫുഡും വാങ്ങിച്ചു. പിന്നെ ഈ പാസ്ത പോലത്തെ എന്തൊക്കെയോ സാധനം വാങ്ങിച്ചിട്ട് സായിക്കുട്ടി ഇന്നോളും പിന്നെ ഞങ്ങളും ഒക്കെ കഴിച്ചു. ഇനി ആൾക്ക് ഇവിടെ പോഗോ ചിക്കൻ ഉണ്ട്. ആ പോഗോ ചിക്കനും കൂടി കഴിക്കണം എന്നുള്ളത് ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്ത് ഞങ്ങൾ പോഗോ ചിക്കനിലേക്കാണ് പോകുന്നത്. ഇന്നുമോൾക്ക് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിലേ ഓൾക്ക് ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനോടാണ് ഭയങ്കര ആഗ്രഹം. ആൾക്ക് ഡ്രസ്സ് കോസ്മെറ്റിക് അതൊന്നുമല്ല, ഓൾക്ക് ഫുഡ്, അതാണ് അവളെ ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ. ഈ പോഗോൻ്റെ ചിക്കൻ കഴിക്കാനാണ് ഈ ഇന്നുമോൾ അന്തിപ്പാതിരാക്ക് ഇവിടെ വന്നിരിക്കുന്നത്. പോഗോ ചിക്കൻ കഴിക്കണമെന്ന് അവൾക്ക് എറണാകുളത്തിൽ തോന്നിയതല്ല. എൻ്റെ ജീവിതത്തിലേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് മൂത്തതൊരു പെൺകുട്ടിയാണല്ലോ. അപ്പോൾ ഒരു പെൺകുട്ടി ഉള്ളതല്ലേ, അപ്പോൾ ക്ഷമിക്ക് ആ ഒരു സാധനമായിരുന്നു കേട്ടോ ആ കാലത്തൊക്കെ വല്ലാണ്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴും എനിക്കറിയാം, എന്നെ കാണുന്നവർക്കും അറിയാം, മൂത്തത് പെണ്ണോ ആണോ ഇളയത് പെണ്ണോ ആണോ ഇതൊന്നും ഒരു വിഷയമല്ല. മക്കൾ നന്നായിരുന്നാൽ മതി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.